പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബോധം കെട്ടു വീണ കമലയെ എല്ലാവരും ചേർന്ന് മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി. നന്ദിനി വേഗം അടുക്കളയിലേക്ക് ഓടി വെള്ളമെടുത്ത് മുറിയിലേക്ക് വന്നു. വിനായകൻ വിഷമിച്ച് കസേരയിൽ വന്നിരുന്നു. മാഷ് വെള്ളം മുഖത്ത് തളിച്ചപ്പോഴേക്കും കമല കണ്ണു തുറന്നു. അവര് നിങ്ങളെന്തെങ്കിലും ചെയ്തോ? കമല ചോദിച്ചു. അങ്ങനെ ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. വിനയേട്ടനെ തല്ലേയും ചവിട്ടയും ഒക്കെ ചെയ്തു. എന്നെയും അച്ഛനെയും അവർ തള്ളിയിട്ടു. അച്ഛൻ കയറി വട്ടം നിന്നതുകൊണ്ട് ശ്രീജേച്ചി രക്ഷപ്പെട്ടു. നന്ദിനി പറഞ്ഞു. അയ്യോ, എന്നിട്ട് മാഷിനെന്തെങ്കിലും പറ്റിയോ? കമല ചോദിച്ചു. ഇല്ല കമല, ഒന്നും പറ്റിയില്ല. അവര് നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വന്നതാ. ഇനിയും വരും. ഇതൊക്കെ തന്നെ കാണിച്ച് അവര് പോകും, മാഷ് പറഞ്ഞു. വിക്രത്തെ കയ്യിൽ കിട്ടുന്നത് വരെ അവർ വരും അമ്മേ, നന്ദിനി പറഞ്ഞു. ഈ തെറ്റ് അവൻ ചെയ്തതല്ലാന്ന് എനിക്കുറപ്പുണ്ട്. അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവൻ എന്നോടത് പറഞ്ഞത്. ആ കുട്ടിയുടെ മരണത്തിന് കാരണമായത് ആരാണെന്ന് പുറത്തു വരും. അന്ന് അവൻ വെളിയിൽ വരും. ഇത്രയധികം ആളും സ്വാധീനവും ഉണ്ടായിട്ടും വാസവന് അവനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ഏറ്റവും സുരക്ഷിതമായൊരിടത്താ. അതെനിക്കുറപ്പാ. നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവങ്ങൾ അവന്റെ കൂടെയുണ്ട് കമല. ധൈര്യമായിട്ടിരിക്കെ, മാഷ് കമലയെ ആശ്വസിപ്പിച്ചു. ഇഷിതയ്ക്ക് വേദയുടെ കോള് വന്നു. വേദ ചോദിച്ചു, വിക്രം എന്തെങ്കിലും കഴിച്ചോ? ഇഷിത പറഞ്ഞു, പിന്നെ കഞ്ഞി കുടിച്ചു. ഇവിടെ ഫ്രിഡ്ജിൽ കുറച്ച് ആപ്പിൾ ഇരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞ് അത് കട്ട് ചെയ്ത് കൊടുക്കും. ഉച്ചക്കേലത്തേക്ക് അരിയും തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതും ഇന്നലത്തെ മീൻകറിയും. പിന്നെ ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. പപ്പടവും കാച്ചാം, പോരെ? എല്ലാം ഇവിടെ നിന്ന് ഫിക്സ് ചെയ്ത് പോയത് നീ തന്നെയല്ലേ, പിന്നെന്തിനാ ഒരു ടെൻഷൻ? ഇഷിത ചോദിച്ചു. അതല്ല, പുറത്തെ ആളുകൾ വിക്രമിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും. അവരെങ്ങാനും അന്വേഷിച്ചത് നിന്റെ അടുത്ത് എത്തുമോന്നൊരു ടെൻഷൻ, വേദ പറഞ്ഞു. ഓ, അല്ലാതെ വിക്രം എന്ത് ചെയ്യുന്നു എന്നുള്ള ആദ്യമല്ല അല്ലേ? ഇപ്പോൾ എന്താ വേണ്ടേ? ഫോൺ വിക്രമിന് കൊടുക്കണോ? ഇഷിത ചോദിച്ചു. ആ, തിരക്കില്ലെങ്കിൽ ഒന്ന് കൊടുക്കാമോ? വേദ ചോദിച്ചു. അങ്ങനെ ഇഷിത ഫോൺ വിക്രമിന് കൊടുത്തു. കുറച്ചു നേരം അങ്ങനെ വിക്രമും വേദയും മനസ്സ് തുറന്ന് സംസാരിച്ചു. ടെൻഷനാണ് മൂപ്പത്തിയാർക്ക്, വിക്രം ഇഷിതയോട് പറഞ്ഞു. ഒരു പ്രശ്നമുണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഒന്നാമത് ഈ സ്ഥലം അധികം ആർക്കും അറിയില്ല. ഞാനും വേദയും അങ്ങനെ ഫ്രീക്വൻ്റായി കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആരും സംശയിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ആരും കണ്ടുപിടിക്കാനും പോകുന്നില്ല, ഇഷിത പറഞ്ഞു. എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ആണുങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി എടുക്കുന്ന റിസ്ക് പെൺകുട്ടികൾ എടുക്കില്ലെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഇഷിത ആ തെറ്റിദ്ധാരണ മാറ്റി. വിക്രം പറഞ്ഞു. നിങ്ങൾ ആണുങ്ങളുടെ പെണ്ണുങ്ങളെ പറ്റിയുള്ള ഇങ്ങനത്തെ ഓരോ വിചാരങ്ങളാ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ നിങ്ങളുടെ ലൈഫിനെ പറ്റി ഏതാണ്ടൊക്കെ വേദ എന്നോട് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇത്രയും സ്നേഹമുള്ള നിങ്ങൾ ഒരു തവണ പോലും ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ അതെങ്ങനെയാ പരസ്പരം തുറന്നു പറയാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നേ? ഒരു തവണയെങ്കിലും അത് തുറന്നു പറയാൻ പറ്റാത്തതാ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണോ? ഇഷിത ചോദിച്ചു. ഞാൻ വേദയോടും വേദ എന്നോടും അത് പറഞ്ഞിട്ടില്ലെന്ന് ആര് പറഞ്ഞു? എത്രയോ തവണ. വേദയുടെ കണ്ണുകൾ അത് എത്രയോ തവണ എന്നോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ വേദയോടും. വിക്രം വേദയെ ഓർത്തുപോയി. നടുവിന് കയ്യും കൊടുത്തിരുന്ന വിനായകന് ചായയുമായി നന്ദിനി എത്തി. വല്ല വൈദ്യരം പോയി കണ്ട് കഷായമോ അങ്ങനത്തെ വല്ലതും കൊണ്ടതാ. അമ്മാതിരി ചവിട്ടായിരുന്നു അയാൾ ചവിട്ടിയത്, വിനായകൻ പറഞ്ഞു. നിങ്ങളെന്തിനാ മനുഷ്യ അടിവാങ്ങാനും മാത്രം അയാളെ മെക്കിട്ടിച്ചെന്നത്? തഞ്ചത്തിലൊന്ന് ഒഴിഞ്ഞു നിൽക്കുകയല്ലായിരുന്നോ വേണ്ടത്? നന്ദിനി ചോദിച്ചു. എടി, അച്ഛനെ തല്ലാൻ പോകുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണോ? വിനായകൻ ചോദിച്ചു. അച്ഛന് നിങ്ങളെക്കാൾ നല്ല ആരോഗ്യമുണ്ട്. ഒന്ന് കിട്ടിയാലും താങ്ങാനൊക്കെ പറ്റും, നന്ദിനി പറഞ്ഞു. എടി, ഏതോ ഒരു കാരുണ്യത്തിലാ നമ്മളിവിടെ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അച്ഛനെ രക്ഷിക്കാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ അച്ഛൻ എന്ത് കരുതും? വിനായകൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ സ്നേഹവും പ്രശംസയും പിടിച്ചുപറ്റാൻ അങ്ങോട്ട് ചെന്ന് തെളിയിച്ചതാണല്ലേ? ദേ, മേലിൽ ഇങ്ങനെയുള്ള വീരസാഹസങ്ങളൊന്നും വേണ്ട. അവരിനിയും വരും, അവനെ കിട്ടുന്നതുവരെ. അതിനിടയിൽ കിടന്ന് നിങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടാൻ നിൽക്കണ്ട. കയ്യും കാലും ഇല്ലാതെ കിടന്നാൽ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കഷ്ടപ്പെടാൻ, നന്ദിനി പറഞ്ഞു. ഇതേ സമയം വിശ്വവും അനിയൻകുട്ടനും ജോസഫും രാജുവേട്ടനുമെല്ലാം ശ്രീകാര്യം ശ്രീനിവാസനെ കാണാനെത്തിയിരിക്കുകയാണ്. ഒരു വിവരവുമില്ല സാറേ. വാസവന്റെ ആളുകൾ അവനെ കിട്ടിയാൽ മതിയാകൂ എന്ന രീതിയിലാ, വിശ്വം പറഞ്ഞു. അപ്പോഴേക്കും സുധ ചായ കൊണ്ടുവന്നു. കടപ്പുറത്തെ ഷെഡിൽ പോയി വിളിക്കാമെന്നുള്ള തീരുമാനം ആരുടേതായിരുന്നു? എന്നിട്ട് നിങ്ങൾ തന്നെ അവിടേക്ക് ഭക്ഷണ സാധനങ്ങളുമായിട്ട് പോയി വരിക. ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ചുകൂടായിരുന്നോ? ശ്രീനിവാസൻ ചോദിച്ചു. അതൊക്കെ ആരും അറിയാതെ ഞങ്ങൾ മാനേജ് ചെയ്തതാ സാറേ. പണി പാളിയത് പുളിക്കനെ ഒതുക്കാൻ നോക്കിയപ്പോഴാ. പുളിക്കനെ കിട്ടിയ കാര്യങ്ങളുടെ വഴി തെളിയുമെന്ന് വിക്രമിന് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവനെ കിട്ടിയതാ. പക്ഷേ അവസാന നിമിഷം ഞങ്ങളെ വെട്ടിച്ചവൻ കടന്നു കളഞ്ഞു, രാജുവേട്ടൻ പറഞ്ഞു. ശരിക്കുമുള്ള കൊലപാതകി ആരാണെന്ന് പുളിക്കനറിയാം, ജോസഫ് പറഞ്ഞു. ഇത്രയും കാലം കൂടെ നിന്നിട്ട് അവൻ അങ്ങനെ ചെയ്തല്ലോ, റാസ്കൽ, ശ്രീനിവാസൻ പറഞ്ഞു. ഇതിപ്പോ പ്രചരണം മൂത്തു നിൽക്കുന്ന സമയമല്ലേ? ഇപ്പോ ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി? സുധ ചോദിച്ചു. വിക്രവും പാർട്ടിയുമായുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതല്ലേ? ശ്രീനിവാസൻ ചോദിച്ചു. അന്ന് വിക്രമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പുളിക്കൻ വിക്രം അറിയാതെ അവനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലോ? വിക്രത്തിന്റെ ഒളിസ്ഥലം മനസ്സിലാക്കി വാസവനെ ഇൻഫോം ചെയ്തത് പുളിക്കനാണെങ്കിലോ? അനിയൻകുട്ടൻ ചോദിച്ചു. സാധ്യതയുണ്ട്.
ജോസഫിന് എന്തു തോന്നുന്നു? ജോസഫല്ലേ വിക്രമിനെ അവസാനമായി കണ്ടത്? ശ്രീനിവാസൻ ചോദിച്ചു. ജോസഫ് പെട്ടെന്ന് വേദ പറഞ്ഞ കാര്യം ആലോചിച്ചു. വിക്രം വേദയോടൊപ്പമാണെന്ന് ആരും അറിയരുതെന്ന കാര്യം. ജോസഫ് പറഞ്ഞു, എവിടേക്കാ പോയതെന്ന് ഞാൻ കണ്ടില്ല. കുറെ ദൂരം ചെന്നപ്പോ അവന്റെ ബൈക്ക് റോഡരികിൽ കിടക്കുന്നത് കണ്ടു. അവനെ ആ ഭാഗത്തൊന്നും കാണുകയും ചെയ്തില്ല. ജോസഫ് പറഞ്ഞത് കേട്ട് സുധ പറഞ്ഞു, ചിലപ്പോ വാസവനാകും ഇടിച്ചിട്ടത്. അപ്പോ അവൻ അയാളുടെ കസ്റ്റഡിയിൽ തന്നെ കാണുമെന്നുറപ്പാ. ഇത് കേട്ട് ശ്രീനിവാസൻ പറഞ്ഞു, എങ്കിൽ നമുക്കവനെ കണ്ടുപിടിക്കുക തന്നെ വേണം. ഇലക്ഷൻ കഴിയുന്നതുവരെ അയാൾ അവനെ ഒന്നും ചെയ്യില്ലെന്നുറപ്പാണ്. പുളിക്കൻ എവിടെയാണെന്ന് കണ്ടെത്തണം. വരുണിന്റെ കൊലപാതകി ആരാണെന്ന് അവനെ കൊണ്ട് തന്നെ പറയിക്കണം. ആ ഒരൊറ്റ കാര്യം മതി എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ, വിക്രമിനെ സുരക്ഷിതമായി തിരിച്ചെടുക്കാനും. ഇത് കേട്ട് വിശ്വം ചോദിച്ചു, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. 1-2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും വഴി തെളിയും, ശ്രീനിവാസൻ പറഞ്ഞു. ദീപ്തി വേദയുടെ മുറിയിലേക്ക് ചെന്നു. നിന്നോട് ഓക്കെ ആണെന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ലെന്ന് എനിക്കറിയാം, വേദ പറഞ്ഞു. എന്തിനാ ചേച്ചി വെറും ഒരു കടമയ്ക്ക് വേണ്ടി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു, ദീപ്തി പറഞ്ഞു. ശരിയാണ്, എല്ലാം അറിയുന്നവർ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. വരുണിന്റെ മരണത്തിന് പുറകിൽ നീ സംശയിക്കുന്ന പോലെ വിക്രമല്ല, വേദ പറഞ്ഞു. നമുക്ക് ഈ ടോപ്പിക്ക് വിടാം ചേച്ചി. നമുക്ക് ഇഷ്ടമുള്ള ആളുടെ നേരെ ആരോപണം വരുമ്പോൾ ചേർത്ത് നിർത്താൻ എല്ലാവരും ശ്രമിക്കും. അത് സ്വാഭാവികമാ, ദീപ്തി പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നീ തീരുമാനിക്കേ. ഇലക്ഷൻ കഴിഞ്ഞാൽ വരുൺ ഈ നാട്ടിൽ നിന്ന് പോകുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? വേദ ചോദിച്ചു. ഉവ്വ, അത് ചേച്ചി എങ്ങനെ അറിഞ്ഞു? ദീപ്തി ചോദിച്ചു. അതാണ് പറഞ്ഞത്, ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം കേട്ടിട്ട് തീരുമാനിക്കണമെന്ന്. നിന്നോട് കൂടാതെ വരുൺ ഈ കാര്യം പങ്കുവച്ചിട്ടുള്ളത് വിക്രമിനോട് മാത്രമാണ്. പരസ്പരം കൊല്ലാനുള്ള പകയുമായി നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കോ? വേദ ചോദിച്ചു. അതിന് വരുണിന് പകയില്ലായിരുന്നല്ലോ ചേച്ചി, പക മുഴുവൻ വിക്രം ചേട്ടനായിരുന്നില്ലേ? ദീപ്തി ചോദിച്ചു. അങ്ങനെ ഒരു കഥ പ്രചരിപ്പിക്കേണ്ടത് വിക്രമിനെ കോർണർ ചെയ്യുന്ന ചില ആളുകളുടെ ആഗ്രഹമാണ് ദീപ്തി. മരിക്കുന്നതിന് അന്ന് രാവിലെ വരുൺ വിക്രമിനൊരു മെസ്സേജ് അയച്ചിരുന്നു. നീഡ് ടു മീറ്റ് യു ചേട്ടാ, ഐ ആം ഗെറ്റിംഗ് ബോർഡ് വിത്ത് ഡാം പൊളിറ്റിക്സ് എന്നായിരുന്നു അത്. സ്വന്തം ചേട്ടന്റെ സ്ഥാനത്താണ് വരുൺ വിക്രമിനെ കണ്ടിരുന്നത്. അന്ന് വിക്രമും വരുണും കൂടി കണ്ടുമുട്ടി. വരുണിന്റെ അമ്മ ചെറുപ്പത്തിൽ തൂങ്ങി മരിച്ച അടക്കമുള്ള കാര്യങ്ങൾ വരുൺ വിക്രമിനോട് പറഞ്ഞിരുന്നു. വിക്രമിനോട് പറഞ്ഞ കഥകളെല്ലാം അവൻ നിന്നോട് പറഞ്ഞിരിക്കില്ലേ? വേദയുടെ ചോദ്യം കേട്ട് ദീപ്തി കരഞ്ഞുപോയി. ജീവിതത്തിൽ അവൻ നിന്നോട് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മുഴുവൻ വിക്രം കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരില്ലേ? അങ്ങനെയുള്ള ഒരാൾക്ക് വരുണിനെതിരെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? വേദ ചോദിച്ചു. അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബായ്.